ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ജയിലിൽ കഴിയുന്ന ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തും ബോർഡ് മുൻ അംഗം അജയ്കുമാറും കൊല്ലം വിജിലൻസ് കോടതിയിൽ ജാമ്യാപേക്ഷ സമർപ്പിച്ചു. ക്രിമിനൽ ഗൂഢാലോചനയ്ക്ക് തെളിവില്ല എന്നാണ് ജാമ്യാപേക്ഷയിൽ പ്രതികളുടെ വാദം. അജയ്കുമാർ ആരോഗ്യ പ്രശ്നങ്ങളും ജാമ്യാപേക്ഷയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. വിവരങ്ങളുമായി ശ്യാമപ്രസാദ് ചേരുകയാണ്. ശ്യാമ, അതായത് അകത്താണ് ഈ ശബരിമലയിലെ നെയ്ക്രമക്കേട് അടക്കം ഇവർക്ക് കുരുക്കായിട്ടുണ്ട്. അതിനുശേഷമാണ് നെയ്ക്രമക്കേടിലും വരുന്നത്. അപ്പോൾ കുരുക്ക് അന്വേഷണ സംഘം മുറുക്കുമ്പോൾ ഇവരെങ്ങനെയെങ്കിലും പുറത്തിറങ്ങാനുള്ള തത്രപ്പാടിലാണ് എന്നുള്ളതാണ്. ശ്യാമ, പറയൂ. കൃഷ്ണരാജ് രാജയ്ക്ക് ഈ ശബരിമല ദ്വാരപാല ശില്പപാളി കേസിലാണ് ജയിലിൽ കഴിയുന്ന PS പ്രശാന്തും മുൻ ബോർഡംഗം കൂടിയായ അജയ്കുമാറും ഇപ്പോൾ ജാമ്യം തേടി കൊല്ലം വിജിലൻസ് കോടതിയിൽ ജാമ്യാപേക്ഷ സമർപ്പിച്ചിരിക്കുന്നത്. ഈ അപേക്ഷയിൽ പ്രധാനമായും അജയ്കുമാർ തങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം തന്നെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ ഈ അറസ്റ്റിന് ശേഷമുള്ള തുടർ നടപടികളൊന്നും തന്നെ ഉണ്ടായില്ല. അതിനാൽ തന്നെ ഈ അറസ്റ്റ് നിലവിൽ രാഷ്ട്രീയ പ്രേരിതമെന്ന് തന്നെയാണ് അജയ്കുമാർ ജാമ്യാപേക്ഷയിൽ പറഞ്ഞു വെക്കുകയും ചെയ്യുന്നത്. ഒപ്പം തന്നെ PS പ്രശാന്തും ഈ കാര്യങ്ങൾ തന്നെയാണ് ഉന്നയിക്കുന്നത്. വീട്ടിലെത്തി തന്നെ അറസ്റ്റ് ചെയ്ത അടക്കമുള്ള കാര്യങ്ങൾ രാഷ്ട്രീയ പ്രേരിതമാണ്. തങ്ങളുടെ ബോർഡ് വരുന്നതിന് മുമ്പാണ് ഇത്തരത്തിൽ ദ്വാരപാല ശില്പപാളികളെല്ലാം തന്നെ 2025 പുറത്തേക്ക് കൊണ്ടുപോകാനുള്ള തീരുമാനങ്ങളെല്ലാം തന്നെ എടുത്തത്. അതിൽ നിലവിൽ തങ്ങൾക്ക് പങ്കില്ല എന്നുള്ള കൂടിയാണ് കൊല്ലം വിജിലൻസ് കോടതിയിൽ നൽകിയിരിക്കുന്ന ജാമ്യാപേക്ഷയിൽ പറയുന്നത്. എന്തായാലും PS പ്രശാന്തും മുൻ ബോർഡംഗം കൂടിയായ അജയ്കുമാർ ഇന്നലെയാണ് കൊല്ലം കോടതിയിൽ വിജിലൻസ് കോടതിയിൽ ജാമ്യാപേക്ഷ സമർപ്പിച്ചിരിക്കുന്നത്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുമ്പോഴും മറ്റൊരു കേസിൽ, അതായത് നെയ്ക്രമക്കേടുമായി ബന്ധപ്പെട്ട കേസിൽ കൂടുതൽ കുരുക്കുകൾ കൂടി PS പ്രശാന്തിനെ മുറുകുകയാണ്. പ്രധാനമായും നിലവിൽ ജയിലിലെത്തി ചോദ്യം ചെയ്യുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് നെയ്ക്രമക്കേട് അന്വേഷിക്കുന്ന അന്വേഷണ സംഘം ഉടൻ തന്നെ നടപടികൾ കൈക്കൊള്ളും. അതിന് ഇന്നോ നാളെയോ ആയിട്ട് കൊല്ലം കോടതിയിൽ തന്നെ ഇതിന് ജയിലിലെത്തി ചോദ്യം ചെയ്യുന്നതിനുള്ള നോട്ടീസ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു അപേക്ഷ കൊല്ലം വിജിലൻസ് കോടതിയിൽ നൽകും. ഈ വിജിലൻസ് കോടതിയിൽ നിന്ന് അനുമതി ലഭിച്ചാൽ മാത്രം നേരെ ജയിൽ സൂപ്രണ്ടിനെത്തി ഈ കത്ത് കൈമാറുകയും തുടർന്ന് ജയിലിൽ ചോദ്യം ചെയ്യുന്ന അടക്കമുള്ള നടപടികളിലേക്ക് കടക്കുകയുമുള്ളൂ. എന്തായാലും നിലവിൽ ശബരിമല ദ്വാരപാല ശില്പപാളി കേസിൽ ജാമ്യാപേക്ഷ തേടി കൊല്ലം വിജിലൻസ് കോടതിയിൽ സമീപിക്കുന്ന ഘട്ടത്തിൽ തന്നെയാണ് നെയ്ക്രമക്കേടിൽ PS പ്രശാന്തിനെതിരെ കുരുക്കുമുറുക്കുകയും ചെയ്യുന്നത്. കൃഷ്ണപ്രിയ. ശ്യാം, എന്തായാലും ഈ പറഞ്ഞതുപോലെ PS പ്രശാന്തിനായിക്കോട്ടെ അജയ്കുമാറിനായിക്കോട്ടെ അന്വേഷണ സംഘം കുരുക്ക് മുറുക്കുമ്പോൾ അവർ ജാമ്യാപേക്ഷയുമായി കോടതിയിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. ഒരാൾക്ക് ആരോഗ്യ പ്രശ്നം കൂടി ഉണ്ട് കേട്ടോ. തീർച്ചയായും അകത്താണല്ലോ, അപ്പോൾ സ്വാഭാവികമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകും. അല്ല, രോഗാവസ്ഥ ഇല്ലാത്തവരില്ല, അതെ, അത് വേറെ കാര്യം. എന്തായാലും വിവരങ്ങൾ നൽകുകയായിരുന്നു ശ്യാമപ്രസാദ്.